കഥയെ ആരംഭിക്കുന്നത് റേ ഗാരിസൺ എന്ന പട്ടാളക്കാരനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. കെനിയയിൽ കുറേയധികം ബന്ദികളെ കുറച്ച് പ്രശ്നക്കാരായ ആളുകൾ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി വെച്ചിരുന്നു. അവരെ മോചിപ്പിക്കാൻ തന്റെ ടീമിന്റെ കൂടെ എത്തിയതാണ് റേ. അവരങ്ങനെ ഒരു വീട്ടിലേക്ക് എത്തിച്ചേർന്നു. വീടിനകത്തേക്ക് കടന്ന് അവിടുത്തെ തീവ്രവാദികളെ ഓരോരുത്തരെയായി കൊലപ്പെടുത്താൻ തുടങ്ങി. ഒടുവിൽ മെയിൻ ടാർഗറ്റിന്റെ മുമ്പിലേക്കും റേ എത്തിച്ചേരുകയാണ്. മെയിൻ ടാർഗറ്റ് ആകട്ടെ ബന്ദിയുടെ തലയിൽ തോക്കുവെച്ച് റേയെ ഭീഷണിപ്പെടുത്തി നിൽക്കാൻ തുടങ്ങി. റേയോട് തോക്ക് താഴെ വെക്കാൻ അയാൾ ആവശ്യപ്പെട്ടു. റേ ഒരു തരത്തിൽ അയാളുടെ ശ്രദ്ധ തെറ്റിച്ച് അയാൾ ബന്ദിയുടെ ദേഹത്തു നിന്ന് തോക്കുയർത്തിയതും അയാളെ അങ്ങ് വെടിവെച്ചു കൊന്നു. അങ്ങനെ മികച്ച രീതിയിൽ മിഷൻ പൂർത്തീകരിച്ചു. മിഷനൊക്കെ കഴിഞ്ഞതും പട്ടാളക്കാർ മടങ്ങി അവരുടെ നാടായ ഇറ്റലിയിലേക്ക് പോന്നു. അവിടെ റേയെയും കാത്ത് റേയുടെ ഭാര്യ ജീന കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരിരുവരും അമാൽഫി കോസ്റ്റ് എന്ന ഒരിടത്തേക്ക് ഒരു ഹോളിഡേ ട്രിപ്പിന് പോയി. സന്തോഷത്തോടെ കുറച്ചു ദിവസം അവിടെ ചെലവഴിച്ചു. പക്ഷേ അടുത്ത ദിവസമാണ് അത് സംഭവിച്ചത്. റേ ഹോട്ടൽ റൂമിലായിരിക്കെ കുറച്ച് കൂലിപ്പട്ടാളക്കാർ അങ്ങോട്ടേക്ക് കടന്നു കയറി ആക്രമണം നടത്തി. റേ തിരിച്ചടിച്ചു. തന്നെ പിടിക്കാൻ വന്ന കൂലിപ്പട്ടാളക്കാരിൽ പലരെയും റേ കൊലപ്പെടുത്തി. അവിടെ നിന്ന് രക്ഷപ്പെട്ടോടാൻ റേ ശ്രമിക്കുമ്പോ മാർട്ടിൻ നാക്സ് എന്ന് പറഞ്ഞ വ്യക്തിയെ റേ കൂട്ടിമുട്ടുകയാണ്. മാർട്ടിൻ നാക്സ് റേ ഒരു ട്രാങ്കുലൈസർ ഉപയോഗിച്ച് തളർത്തി വീഴ്ത്തി. ബോധം തെളിയുമ്പോൾ റേ ഒരു ഒറ്റപ്പെട്ടിയെടുത്ത് ചെയറിൽ കെട്ടിവെച്ച നിലയിലായിരുന്നു. റേക്കടുത്ത് മാർട്ടിൻ കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിച്ചു. കെനിയയിൽ നടന്ന ബന്ദികളുടെ മോചനമുണ്ടല്ലോ, അതിൽ റേക്ക് ആരാണ് വിവരം നൽകിയത്, പട്ടാള സംഘത്തിന് ആരാണ് വിവരം ചോർത്തി നൽകിയത് എന്നിങ്ങനെയായിരുന്നു മാർട്ടിന്റെ ചോദ്യങ്ങൾ. റേക്ക് അതിനെപ്പറ്റി വലിയ അറിവുണ്ടായിരുന്നില്ല. മാത്രമല്ല അറിവുണ്ടെങ്കിൽ തന്നെയും അത് തുറന്നു പറയാൻ റേ തയ്യാറുമായിരുന്നില്ല. തനിക്കറിയില്ലെന്നൊക്കെ പറഞ്ഞ് റേ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കെ മാർട്ടിൻ അങ്ങോട്ടേക്ക് ബന്ദിയാക്കി വെച്ചിരുന്ന റേയുടെ ഭാര്യ ജീനയെയും കൊണ്ടുവരികയാണ്. റേ സത്യം പറഞ്ഞില്ലെങ്കിൽ ജീനയെ കൊലപ്പെടുത്തും എന്ന് മാർട്ടിൻ ഭീഷണിപ്പെടുത്തി. പക്ഷെ റേ കുലുങ്ങിയില്ല. ഒടുവിൽ മാർട്ടിൻ ജീനയെ 6 ഇഞ്ച് നീളമുള്ള ഒരു നെയിൽ ഗൺ ഉപയോഗിച്ച് കൊന്നു തള്ളുകയാണ്. തന്റെ കൺമുമ്പിൽ ഭാര്യ കൊല്ലപ്പെടുന്നത് റേക്ക് സഹിക്കാൻ പറ്റുന്ന കാഴ്ചയായിരുന്നില്ല. റേയെന്ന് തന്റെ മുമ്പിലുള്ള ശത്രുവിനോട് ദേഷ്യത്തിലും വിദ്വേഷത്തിലും മലറി പറഞ്ഞു, എനിക്ക് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ നിന്നെ കണ്ടെത്തും, നിന്നെ കൊന്നുതള്ളും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ മാർട്ടിൻ ഒട്ടും വൈകാതെ റേയെ വെടിവെച്ചങ്ങ് കൊന്നുകളഞ്ഞു. കണ്ണ് തുറക്കുമ്പോൾ റേ ഒരു ലബോറട്ടറിയിലായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ RST എന്ന ലബോറട്ടറിയിൽ, റേസിംഗ് സ്പിരിറ്റ് ടെക്നോളജീസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. മലേഷ്യയിലെ കുലാലംപൂരിലാണ് അത് നിലകൊള്ളുന്നത്. തന്നെ ഉണർത്തിയ ഡോക്ടർ എമിൽ ഹാർഡിയെ അവിടെ വെച്ച് റേ മീറ്റ് ചെയ്യുകയാണ്. മരണപ്പെട്ട ഒരാൾ എങ്ങനെ ജീവിക്കും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് അതിശയം തോന്നുന്നില്ലേ? സംഭവം എന്തെന്നാൽ RST ടെക്നോളജികളൊക്കെ ഉപയോഗിച്ച് കുറെ റിസർച്ചുകൾ നടത്തുന്നുണ്ടായിരുന്നു. കൂടുതലും ആർമിക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ഡോക്ടർ റേയോട് കാര്യങ്ങൾ വിശദീകരിച്ചു. ബ്ലഡ് ഷോട്ട് എന്ന പ്രോജക്റ്റ് വഴിയാണ് റേയെ പുനരുജ്ജീവിപ്പിച്ചിരിക്കുന്നത്. അതേ മെത്തേഡ് വെച്ച് പുനരുജ്ജീവിപ്പിച്ച കുറേയധികം ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഡോക്ടറിന്റെ അസിസ്റ്റന്റായ KTയെ റേ നോക്കിക്കണ്ടു. ഡോക്ടർ എമിൽ ഹാർഡിംഗ് റേയോട് വിശദീകരിച്ചു. റേ കൊല്ലപ്പെട്ടിരുന്നു. റേയുടെ മൃതശരീരം US മിലിറ്ററിയാണ് റിസർച്ചിന്റെ ഭാഗമായി RSTക്ക് ഡൊണേറ്റ് ചെയ്തത്. കൊല്ലപ്പെട്ട റേയുടെ മൃതദേഹം ക്ലെയിം ചെയ്യാൻ ആരും എത്തിയിരുന്നില്ല. അങ്ങനെയാണ് അത് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത്. ഞങ്ങൾ റേയുടെ ശരീരത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചില പരീക്ഷണങ്ങൾ നടത്തി. കൃത്യമായി പറഞ്ഞാൽ റേയുടെ ശരീരത്തിൽ നിലവിലിപ്പോൾ വർക്ക് ചെയ്യുന്നത് ബ്ലഡിനൊപ്പം നാനൈറ്റ്സ് എന്ന് പറയുന്ന ബ്ലഡ് സബ്സ്റ്റിറ്റ്യൂട്ടുകളാണ്. പല സൂപ്പർ ഹ്യൂമൻ പവറുകളും അതുകൊണ്ട് തന്നെ റേക്കുണ്ട്. റേയുടെ ശരീരത്തിൽ മുറിവേറ്റാൽ അത് വേഗത്തിൽ സുഖപ്പെടും. റേക്ക് കൂടുതൽ ഫ്ലെക്സിബിൾ ആവാനും കൂടുതൽ ശക്തിയാർജിക്കാനും ഒക്കെ അതുകൊണ്ട് സാധിക്കും. ഡോക്ടർ ഹാർഡിംഗ് വീണ്ടും കാര്യങ്ങൾ പറഞ്ഞു. തന്റെ കൈ ഹാർഡിംഗ് കാണിച്ചു. ചെറുപ്പത്തിൽ ഒരു അപകടത്തിൽ ഹാർഡിംഗിന്റെ കൈ നഷ്ടപ്പെട്ടതായിരുന്നു. പക്ഷെ ടെക്നോളജിയുടെ സഹായത്തിൽ കൂടുതൽ ശക്തിയുള്ള ഒരു ഇരുമ്പ് കൈ, ഒരു യന്ത്രക്കൈ അയാൾ തന്റെ ശരീരത്തോട് ചേർത്ത് പിടിപ്പിച്ചിരുന്നു. RST ഡെവലപ്പ് ചെയ്ത കാര്യങ്ങൾ കൊണ്ട് ജീവൻ വെപ്പിച്ച മറ്റ് ചില സോൾജിയേഴ്സിനെയും ഡോക്ടർ റേക്ക് പരിചയപ്പെടുത്തി. ആദ്യം പരിചയപ്പെടുത്തിയത് ഡോക്ടറിന്റെ അസിസ്റ്റന്റ് തന്നെയായ KTയെ ആയിരുന്നു. KTക്ക് ശ്വാസകോശം തകരാറിലാണ്. പ്രത്യേകം തയ്യാറാക്കപ്പെട്ട ഒരു റെസിപ്പറേറ്റർ വെച്ചിട്ടാണ് KT ശ്വസിക്കുന്നത്. അടുത്ത വ്യക്തി ടിപ്സ് ആണ്. ടിപ്സിന്റെ കണ്ണിൽ പിടിപ്പിച്ചിരിക്കുന്നതാകട്ടെ എല്ലാം കാണാനും റെക്കോർഡ് ചെയ്യാനും ഒക്കെ പറ്റുന്ന തരത്തിൽ പവർ കൂടിയ ക്യാമറകളാണ്. മറ്റൊരാൾ ജിമ്മി ഡാൾട്ടൺ. ജിമ്മി മുമ്പൊരു നേവി ഉദ്യോഗസ്ഥനായിരുന്നു. നിലവിൽ കൂടുതൽ പവറുകളുള്ള 2 പ്രോസ്തറ്റിക് ലെഗുകൾ അവന് പിടിപ്പിച്ചിട്ടുണ്ട്. പുനരുജ്ജീവിച്ച് എഴുന്നേറ്റ് റേ എല്ലാ വിശദീകരണങ്ങളും പരിചയപ്പെടലും ഒക്കെ കഴിഞ്ഞ ശേഷം തന്റെ റെസ്റ്റിംഗ് റൂമിലേക്ക് പോയി. റേ അന്നുറങ്ങുമ്പോൾ റേയുടെ ഉള്ളിലേക്ക് പഴയ ഓർമ്മകൾ ഓടി വരികയാണ്. റേ വല്ലാതെ പാനിക് ആവാൻ തുടങ്ങി. റേക്ക് ഒക്കെ ഓർമ്മയിലേക്ക് തെളിഞ്ഞു വന്നതും ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മുറിയിൽ നിന്ന് പുറത്തു വന്നിയവൻ ദേഷ്യം കൊണ്ട് അവിടുത്തെ കോൺക്രീറ്റ് ഭിത്തിയിൽ ഇടിച്ചു. ശക്തമായ കഴിവുകളുള്ള റേക്ക് കുറച്ച് പഞ്ചുകൾ കൊണ്ട് തന്നെ ആ കോൺക്രീറ്റ് ഭിത്തി ഇടിച്ച് തകർക്കാൻ സാധിച്ചിരുന്നു.
റേ പിന്നാലെ ഒരിടത്ത് ചെന്നിരുന്നു. അവിടെ കേറ്റി ഉണ്ടായിരുന്നു. കേറ്റി വെള്ളത്തിൽ താഴ്ന്നു കിടന്ന് എത്ര നേരം വേണമെങ്കിലും വെള്ളത്തിനടിയിൽ തനിക്ക് ശ്വാസം പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന തരത്തിൽ തന്റെ കഴിവ് റേക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്തു. റേ കേറ്റിയുമായി സംസാരിച്ചു. കേറ്റി റേയോട് പഴയ കാര്യങ്ങളൊക്കെ മറന്നു കളയാനും ഫ്യൂച്ചർ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കാനും ആവശ്യപ്പെട്ടു. പിന്നാലെ കേറ്റിയും റേയും ഒന്നിച്ച് മദ്യപിക്കാൻ പോയി. ഒരു ഡ്രിങ്ക് കഴിച്ചതും കൊല്ലപ്പെടുന്നതിന് മുമ്പ് മാർട്ടിനാക്സ് തന്നോട് ചെയ്ത കാര്യങ്ങൾ റേയുടെ കൺമുമ്പിൽ വിഷ്വല് പോലെ തെളിഞ്ഞു കാണുകയാണ്. ദേഷ്യം കൊണ്ട് റേ വിറയ്ക്കുന്നുണ്ടായിരുന്നു. റേയെ സമാധാനിപ്പിക്കാൻ കേറ്റി പരമാവധി ശ്രമിച്ചു. പക്ഷെ റേ അടങ്ങിയില്ല. കില്ലറായ മാർട്ടിനാക്സിനെ കണ്ടെത്തി കൊലപ്പെടുത്താൻ റേ തീരുമാനിച്ചു. റേയുടെ ശരീരത്തിലെ നാനൈറ്റ്സ് വളരെ വിദഗ്ധമായി കമ്പ്യൂട്ടറുകളിലേക്ക് കടന്നുകയറി ഇന്റർപോളിന്റെ നെറ്റ്വർക്കിൽ നിന്നുപോലും പരത്തിക്കൊണ്ട് മാർട്ടിനാക്സിന്റെ വിവരങ്ങൾ തപ്പി ലൊക്കേഷൻ അടക്കം കണ്ടെത്തി. റേ അങ്ങനെ പോയ വിവരമറിഞ്ഞ് ഡോക്ടർ എമിൽ ഹാർഡിൻസ് കുറച്ച് പാനിക് ആവുന്നുണ്ടായിരുന്നു. അബദ്ധമൊന്നും കാണിക്കരുതെന്നും റേയോട് മടങ്ങി വരാനും ഹാർഡിൻസ് കുറേയധികം നിർദ്ദേശം നൽകാൻ ശ്രമിച്ചു. പക്ഷേ റേയുടെ ചെവിയിലേക്ക് അതൊന്നും കേറുന്നുണ്ടായിരുന്നില്ല. തനിക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വിമാനവും മോഷ്ടിച്ച് അതും പറത്തി ബുഡാപെസ്റ്റിലേക്ക് റേ പുറപ്പെട്ടു. ബുഡാപെസ്റ്റിൽ മാർട്ടിനാക്സിനും സംഘത്തിനും ചില മിഷൻസ് ഉണ്ടായിരുന്നു. അവർ അതിനായി പുറപ്പെടുമ്പോൾ അവർക്കെതിരെ ഒരു ട്രക്ക് വരികയാണ്. ആ ട്രക്ക് ഓടിച്ചിരുന്നത് റേ ആയിരുന്നു. മാർട്ടിന്റെയും സംഘത്തിന്റെയും കാറിലേക്ക് റേ ആ ട്രക്ക് ഇടിച്ചു കയറ്റി. പിന്നാലെ പുറത്തേക്ക് ഇറങ്ങി വന്ന റേ മാർട്ടിന്റെ ഓരോരോ ബോഡി ഗാർഡുകളെയായും വകവരുത്താൻ ആരംഭിച്ചു. റേയെ വെടിവെച്ചു കൊല്ലാൻ ഗാർഡുകൾ ശ്രമിച്ചിരുന്നു. പക്ഷെ ബുള്ളറ്റൊന്നും റേയുടെ ശരീരത്തിൽ ഏൽക്കില്ലല്ലോ. മുറിവുണ്ടായാലും ഉടൻ തന്നെ റേ പഴയ പോലാകും. ഭീതിയോടെ കാറിനകത്തിരുന്ന മാർട്ടിനാക്സ് അത് നോക്കിക്കണ്ടിരുന്നു. ഗാർഡുകളെയൊക്കെ കൊലപ്പെടുത്തി റേയൊടുവിൽ മാർട്ടിന്റെ അടുത്തെത്തി. മാർട്ടിൻ റേയോട് തന്നെ കൊല്ലാതിരിക്കാൻ അപേക്ഷിച്ചു. റേ ചിന്തിക്കുന്നതൊന്നും സത്യമല്ലെന്നും ഹാർഡിൻസ് റേയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുകയാണ് എന്നും മാർട്ടിനാക്സ് പറഞ്ഞെങ്കിലും റേ അതൊന്നും ചെവികൊള്ളാനേ തയ്യാറായിരുന്നില്ല. പിന്നാലെ തോക്കെടുത്ത് റേ മാർട്ടിനെ വെടിവെച്ചു കൊന്നു. പിറ്റേന്ന് പുലർച്ചെയോടെ റേ ഡ്രൈവ് ചെയ്ത് ഒരിടത്തേക്കെത്തി. അവിടെ കേറ്റിയും ടിപ്സും ഡാൽട്ടനും റേയെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവർ റേയെ തിരികെ ആർഎസ്റ്റിയിലേക്ക് കൊണ്ടുപോയി. റേയുടെ ശരീരത്തിൽ നാനൈറ്റ്സ് ആണ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ, സമയാസമയം അത് ചാർജ് ചെയ്യണം. അങ്ങനെ ആർഎസ്റ്റിയിൽ എത്തിയപ്പോൾ റേയെ ചാർജ് ചെയ്യാൻ ആരംഭിച്ചു. ചാർജ് ചെയ്യുമ്പോൾ റേ മയങ്ങിക്കിടക്കുകയായിരിക്കും. ആ സമയം ഡാൽട്ടൻ ആ മുറിയിലേക്ക് കടന്നു വന്നു. റേയോടൊന്ന് പോലെ സംസാരിച്ചു. റേ, നീ ചിന്തിക്കും പോലെ നിന്റെ ഭാര്യ ജീന കൊല്ലപ്പെട്ടിട്ടൊന്നുമില്ല. ആ ഡോക്ടർ ഹാർഡിങ്സ് നിന്നെ കൊല്ലാനുള്ള ഒരു മെഷീൻ പോലെ ഉപയോഗിക്കുകയാണ്. അയാൾക്ക് ഇഷ്ടമല്ലാത്തവരെയും അയാളുടെ ശത്രുക്കളെയുമാണ് നിന്നെ ഉപയോഗിച്ചിപ്പോൾ അയാൾ കൊന്നുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞതിന് പിന്നാലെ ഡാൾട്ടൻ റേയുടെ മെമ്മറിയൊക്കെ മായ്ച്ചു കളയുന്ന പ്രൊസീഡിങ്സ് ആരംഭിച്ചു. റേ അതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ അതോടെ റേ മറന്നുപോകുമായിരുന്നു. പിന്നാലെയാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. യഥാർത്ഥത്തിൽ റേയുടെ ഓർമ്മയിൽ സംഭവിച്ചിട്ടുള്ള ഒരേ ഒരു കാര്യം ഹോസ്റ്റേജസിനെ മോചിപ്പിക്കൽ മാത്രമാണ്. അവിടെ മുതലേ കാര്യങ്ങൾ റേയുടെ ഓർമ്മയിലേക്ക് കൃത്യമായി പ്രോഗ്രാം ചെയ്ത് ഹാർഡിങ്സ് തിരികെ കയറ്റുകയായിരുന്നു. ഓരോ തവണയും ഹാർഡിങ്സിനെ കൊല്ലേണ്ടുന്ന ശത്രുവിന്റെ മുഖം റേയുടെ ഓർമ്മയിലേക്ക് പതിപ്പിച്ചു കയറ്റും. അതിനുവേണ്ടി ടെക്നോളജിയുടെ സഹായവും ഹാർഡിങ്സ് ഉപയോഗിച്ചിരുന്നു. ഇത്തവണ ഹാർഡിങ്സ് തീരുമാനിച്ചിരിക്കുന്നത് മാർട്ടിനാക്സിന്റെ മുഖത്തിന്റെ സ്ഥാനത്ത് താനിപ്പോൾ പുതിയ ശത്രുവായി കരുതുന്ന തന്റെ പഴയ കൊളീഗ് നിക്കിനെ വെക്കുവാനായിരുന്നു. IT എക്സ്പേർട്ടായ എറിക്കിന് ഹാർഡിങ്സ് അതിനുവേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു. അവിടുണ്ടായിരുന്ന കേറ്റിക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. ഈ ഓപ്പറേഷന്റെ പോക്ക് തീരെ ശരിയല്ലെന്നും ഹാർഡിങ്സ് തന്റെ കോമ്പറ്റീറ്റീവ്സിനെയും ശത്രുക്കളെയും ഇല്ലാതാക്കാനാണ് നിലവിലിപ്പോൾ റേയെ ഉപയോഗിക്കുന്നതെന്നും റേക്ക് റേയുടെ സ്വതന്ത്ര ചിന്താഗതിയിൽ ജീവിക്കാൻ ഒരവസരം പോലും കൊടുക്കുന്നില്ലെന്നും കേറ്റി കുറ്റപ്പെടുത്തി. ഹാർഡിങ്സ് കേറ്റിയോട് പറഞ്ഞു, ഇതായിരിക്കും അവസാനത്തേത്. നീയൊരു കാര്യം ചെയ്യ്, റേയെ യഥാർത്ഥ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ട സിനാരിയോയും മറ്റും പൂർണ്ണമായി തയ്യാറാക്കി വെക്ക്. കേറ്റിക്കും ഡോക്ടർ ഹാർഡിങ്സിനെതിരെ ഒരുപാട് പറഞ്ഞു നിൽക്കാൻ പറ്റില്ലായിരുന്നു. എല്ലാ കൺട്രോളുമുള്ള ഹാർഡിങ്സ് ഒരുപക്ഷെ കേറ്റിയെ ഇല്ലായ്മ ചെയ്തു കളയും. മനസ്സില്ലാ മനസ്സോടെ അത് അംഗീകരിച്ച് കേറ്റി അവിടെ നിന്ന് പോന്നു. അങ്ങനെ വീണ്ടും പുതിയ ഓർമ്മകൾ റീസ്റ്റോർ ചെയ്യപ്പെട്ട് റേ മയക്കമുണരുകയാണ്. മുമ്പ് നടന്ന പോലെ തന്നെ ഒരോർമ്മയുമില്ലാതെ എഴുന്നേറ്റ റേയോട് ഡോക്ടർ ഹാർഡിങ്സ് കാര്യങ്ങൾ വിശദീകരിച്ചു. ഇത്തവണ റൂമിൽ പോയി റെസ്റ്റ് എടുക്കുമ്പോൾ ഓർമ്മകളിൽ റേ കണ്ടത് തന്റെ ഭാര്യയെ കൊന്നത് അവർ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് കൊടുത്ത പോലെ നിക് ബാരിസ് എന്ന വ്യക്തിയാണ് എന്ന തരത്തിലായിരുന്നു. പതിവ് പോലെ ഒരു ഘട്ടം കഴിഞ്ഞതും വെറുപൂണ്ട റേ നിക്കിനെ കൊല്ലാനായി പുറപ്പെട്ടു. ഇതേസമയം മറുവശത്ത് ഹാർഡിങ്സ് ആകട്ടെ തന്റെ മോണിറ്ററിംഗ് സിസ്റ്റത്തിലൂടെ റേയെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. റേയുടെ കാര്യത്തിൽ ഭീതി കാണിച്ച് നിക്കിനെ കൊല്ലരുതെന്നും മറ്റും പറഞ്ഞ് റേയെ തിരിച്ചു വിളിക്കുന്ന പോലൊക്കെ ഹാർഡിങ്സ് അഭിനയിക്കുന്നുമുണ്ട്. താൻ എന്തു പറഞ്ഞാലും റേ പോകുമെന്നും നിക്കിനെ വകവരുത്തും എന്നും ഹാർഡിങ്സിന് അറിയാമായിരുന്നു. തന്റെ കഴിവുകൾ വെച്ച് നിക്കുള്ളയിടം റേ മനസ്സിലാക്കി. നിക്കുണ്ടായിരുന്നത് ലണ്ടനിലായിരുന്നു. റേ ഉടനടി അങ്ങോട്ടേക്ക് പുറപ്പെട്ടു ചെന്നു.
ഹാർഡിങ്സ് അതിനോടകം നിക്കുള്ള വീടിന്റെ CCTV ക്യാമറകളടക്കം ഹാക്ക് ചെയ്ത് അവിടെ നടക്കുന്ന കാര്യങ്ങളും നിരീക്ഷിക്കാൻ ആരംഭിച്ചിരുന്നു. നിക്കിന്റെ ഇടത്തേക്കെത്തിയ റേ ആകട്ടെ അവിടുത്തെ ബോഡി ഗാർഡ്സിന് പിടികൊടുത്ത് അകത്തേക്ക് പ്രവേശിച്ചു. ഇതേസമയം ബാരിസിന്റെ IT എക്സ്പേർട്ടായ വിൽഫ്രഡ് വിഗൻസ് ഒരു EMP ഡിവൈസ് ഡെവലപ്പ് ചെയ്തിരുന്നു. RSTയുമായി റേയ്ക്ക് ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ആ കണക്ഷൻ വിച്ഛേദിപ്പിക്കാൻ തക്കവണ്ണം പവറുള്ളതായിരുന്നു ആ EMP ഡിവൈസ്. പക്ഷേ ഡിവൈസ് അപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. 100% ചാർജ് ആയാലേ ഉപയോഗിക്കാൻ പറ്റൂ. റേ ആണെങ്കിൽ ഓരോരുത്തരെയും കൊന്നുതള്ളി അകത്തേക്ക് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. സർവൈലൻസ് ക്യാമറകൾ വഴി ഒക്കെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ ഹാർഡിങ്സും മറ്റും EMP ഡിവൈസിന്റെ കാര്യം കണ്ടിരുന്നു. അതോടെ ഹാർഡിങ്സ് റേയോട് തിരികെ വരാനൊക്കെ ആവശ്യപ്പെട്ടു. പക്ഷേ റേ ഹാർഡിങ്സിനെ മ്യൂട്ട് ചെയ്ത് നിക് ബാരിസിനെ കൊല്ലാൻ മുമ്പോട്ട് പോയി. അകത്തേക്ക് എത്തിയ റേ നിക് ബാരിസിനെ വെടിവെച്ചു കൊല്ലാൻ തയ്യാറെടുത്തു. അടുത്ത മുറിയിലുണ്ടായിരുന്ന വിൽഫ്രഡ് വിഗൻസ് ആകട്ടെ ഈ സമയം താൻ തയ്യാറാക്കിയ EMPയുടെ ബട്ടൺ അമർത്തി. അത് 100% ചാർജായി കഴിഞ്ഞിരുന്നു. ചുറ്റുവട്ടത്തെ പ്രദേശത്ത് മുഴുവൻ ഇലക്ട്രിസിറ്റി ഒറ്റയടിക്ക് അതുകൊണ്ട് ഇല്ലാതാവുകയാണ്. ആ ഫോഴ്സിൽ ഇലക്ട്രിക് പവർ കൊണ്ട് കൂടുതലായി വർക്ക് ചെയ്യുന്ന റേയും തളർന്നു വീണു. പിന്നാലെ റേയ്ക്ക് പവർഫുൾ ഇലക്ട്രിക്കൽ ചാർജ് കൊടുത്ത് വിൽഫ്രഡ് തന്നെ അവനെ എഴുന്നേൽപ്പിച്ചു. വിൽഫ്രഡ് റേയോട് സംസാരിച്ചു. ബാരിസ് തന്നെ നിർബന്ധിപ്പിച്ചാണ് ഈ ജോലിയൊക്കെ ചെയ്തത്. പക്ഷേ എനിക്ക് റേയെ സഹായിക്കാനാണ് താല്പര്യം. റേയുടെ ശരീരത്തിൽ നടക്കുന്ന ഓർമ്മകളിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഡോക്ടർ എമിൽ ഹാർട്ടിങ് റേയോട് ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി വിൽഫ്രഡ് വിശദീകരിച്ചു പറഞ്ഞു. റേ ഉപയോഗിച്ച് അറസ്റ്റ് വിട്ട് മുഴുവൻ കൊളീഗ്സിനെയും ഇല്ലാതാക്കി വിവരങ്ങൾ സംരക്ഷിക്കാനാണ് ഡോക്ടർ ഹാർട്ടിങ്സ് ശ്രമിക്കുന്നത് എന്നും വിൽഫ്രഡ് റേയെ അറിയിച്ചു. പിന്നാലെ റേയുടെ ഭാര്യ ജീന ജീവനോടെ തന്നെ ഉണ്ടെന്നും വിഗൻസ് അറിയിച്ചു. പക്ഷേ റേയോട് അപ്പോൾ തന്നെ ഭാര്യ അന്വേഷിച്ച് പോകരുതെന്നും റേ അങ്ങനെ പോയാൽ ഡോക്ടർ ഹാർട്ടിങ്സ് റേയെ കണ്ടെത്തുമെന്നും തിരികെ കൊണ്ടുവന്ന ഓർമ്മകൾ മാച്ച് വീണ്ടും പുതിയ പ്രോഗ്രാം ചെയ്യുമെന്നും അതിൽ ഒരുപക്ഷെ തന്നെയായിരിക്കും കൊല്ലാൻ വിടുന്നത് എന്നും വിഗൻസ് എടുത്തു പറഞ്ഞു. എന്തു തന്നെയാണെങ്കിലും തനിക്ക് തന്റെ ഭാര്യ ജീവനോടെയുണ്ടോ എന്ന കാര്യം അറിയാൻ ഇപ്പോൾ പോയേ മതിയാകൂ എന്നായിരുന്നു റേ പറഞ്ഞത്. പിന്നാലെ തന്റെ ബ്ലഡ് സാമ്പിൾ എടുത്ത് ഇത് പരിശോധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റുമോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞ് വിൽഫ്രഡിനെ റേ ഏൽപ്പിക്കുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന ബാരിസിന്റെ വിന്റേജ് കാർ എടുത്തായിരുന്നു റേ തന്റെ ഭാര്യ ജീന ജീവിക്കുന്ന ഇടത്തേക്ക് വിൽഫ്രഡിൽ നിന്ന് കിട്ടിയ അറിവുമായി പോയത്. ഒടുവിൽ റേ ജീനയെ നേരിട്ട് കണ്ടു. അവരിരുവരും അപ്പോഴും മാരീഡാണ് എന്നായിരുന്നു റേ വിശ്വസിച്ചത്. പക്ഷേ സത്യം അതായിരുന്നില്ല. 5 കൊല്ലങ്ങൾക്ക് മുമ്പ് തങ്ങൾ ഡിവോഴ്സ്ഡ് ആയതാണെന്നും താൻ മൂവ് ഓൺ ചെയ്ത് മറ്റൊരാളെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയാണ് എന്ന് ജീന റേയെ അറിയിച്ചു. ആ നിമിഷത്തിൽ വിൽഫ്രഡ് പറഞ്ഞത് അത്രയും സത്യമാണെന്നും തന്റെ ഉള്ളിലേക്ക് കൃത്രിമ ഓർമ്മകൾ ഡോക്ടർ ഹാർട്ടിൻസ് കടത്തിവിട്ടതാണ് എന്ന കാര്യവും റേ തിരിച്ചറിഞ്ഞു. എല്ലാം കൊണ്ടും മനസ്സ് തകർന്ന റേ അവിടെ നിന്ന് വണ്ടി ഓടിച്ചു പോവുകയാണ്. പക്ഷേ റേ പോകുന്ന വഴിയിൽ റേ ആക്രമിക്കപ്പെട്ടു. ഒരു ട്രക്ക് റേയുടെ കാറിലേക്ക് ഇടിച്ചു കയറി. റേയെ പിടികൂടാൻ ഡോക്ടർ ഹാർട്ടിൻസ് വിട്ട് ഡാൾട്ടനും മറ്റുമായിരുന്നു ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത്. റേയെ ഷൂട്ട് ചെയ്യാൻ ഡാൾട്ടൻ ശ്രമിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ ഒരു ആയുധം കൊണ്ട് തന്നെ റേ പിന്നാലെ അവിടെ നിന്ന് ഓടാൻ തുടങ്ങുകയാണ്. ടിപ്സും റേയെ പിടികൂടാൻ ഡാൾട്ടനൊപ്പം ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ നടന്നു. പക്ഷേ ടിപ്സ് റേയുടെ ശരീരത്തിലേക്ക് ഒരു പ്രത്യേക ആയുധം കുത്തി. ആ നിമിഷത്തിൽ ഷട്ട് ഡൗൺ ചെയ്ത പോലെ റേ താഴെ വീണു. ഇതേസമയം മറുവശത്ത് ഡോക്ടർ ഹാർട്ടിൻസ് റേയെ സഹായിച്ചത് വിൽഫ്രഡ് വിഗൻസ് ആണ് എന്ന് മനസ്സിലാക്കി വിൽഫ്രഡ് വിഗൻസിനെ വകവരുത്താൻ ഉത്തരവിട്ടു. കേറ്റിക്കായിരുന്നു ഡോക്ടർ ഹാർട്ടിൻസ് ആ നിർദ്ദേശം കൊടുത്തത്. തനിക്കതിന് പറ്റില്ലെന്ന് കേറ്റി പറഞ്ഞതും അവളുടെ ശ്വസനം പോലും നിയന്ത്രിക്കാൻ പറ്റുന്ന ഡോക്ടർ ഹാർട്ടിൻസ് അത് വെച്ച് അവളെ ഭീഷണിപ്പെടുത്തി. താനില്ലെങ്കിൽ അവൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിരട്ടി അവളുടെ ശ്വാസം പോലും നിലപ്പിച്ചുകൊണ്ട് അവളെ ഭയപ്പെടുത്തിയതോടെ മനസ്സോടെ കേറ്റി അതിന് സമ്മതിച്ചു. വൈകാതെ കേറ്റി അതിന് പുറപ്പെട്ടു. ട്രാക്ക് ചെയ്ത് വിൽഫ്രഡ് വിഗൻസിനെയും ആളുകളെയും കേറ്റി കണ്ടെത്തി. അവരുമായി ഏറ്റുമുട്ടൽ നടത്തി അവരെ അടിച്ചിട്ട ശേഷം ഒടുവിൽ വിഗൻസുമായി കേറ്റി അവിടെ നിന്ന് പോവുകയാണ്. ഇതേസമയം ഒരു വിർച്വൽ വേൾഡിൽ കണക്ട് ചെയ്ത് ഡോക്ടർ ഹാർട്ടിൻസ് റേയുമായി സംസാരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവിടെ ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്ന റേ ആകട്ടെ ഹാർട്ടിൻസിനോട് തന്നെ യൂസ് ചെയ്തതിന് കയർത്തോണ്ടിരിക്കുകയായിരുന്നു. താൻ റേക്ക് വേണ്ടി ചെയ്തതൊക്കെ നെസസറി ആയിട്ടുള്ള കാര്യങ്ങളാണെന്നും റേയോട് ഒരു ക്രൂരതയും ചെയ്തിട്ടില്ല എന്നൊക്കെ ഡോക്ടർ ഹാർട്ടിൻസ് വിശദീകരിച്ചു. പിന്നാലെ റേയെ RST ലാബിലേക്ക് എത്തിച്ച് നാനൈറ്റ്സ് റേയുടെ ശരീരത്തിൽ നിന്ന് വേർതിരിച്ച് റേയെ വീണ്ടും കൊല്ലാൻ ഡോക്ടർ ഹാർട്ടിൻസ് തീരുമാനിച്ചു. തന്റെ അസിസ്റ്റന്റിന്റെ സഹായത്തോടെ ഡോക്ടർ ഹാർട്ടിൻസ് റേയുടെ ശരീരത്തിൽ നിന്ന് നാനൈറ്റ്സ് നീക്കം ചെയ്യാൻ ആരംഭിച്ചിരുന്നു. അപ്പോഴാണ് കേറ്റി അങ്ങോട്ടേക്ക് എത്തുന്നത്. താൻ പിടിച്ചുകൊണ്ടുവരുന്ന വഴിയിൽ വിഗൻസ് രക്ഷപ്പെട്ടു എന്ന കാര്യം കേറ്റി ഡോക്ടർ ഹാർട്ടിൻസിനോട് പറയുകയാണ്.
അതോടെ ഡോക്ടർ ഹാർട്ടിൻസ് ഭയപ്പെട്ടു. ഡോക്ടർ അസിസ്റ്റന്റിനോട് റേയിൽ നിന്ന് നാനൈറ്റ്സിനെ വേർതിരിക്കൽ നിർത്താനും പുതിയ മെമ്മറി ഉണ്ടാക്കി വിൽഫ്രഡ് വിഗിൻസിനെ വകവരുത്താനും അസിസ്റ്റന്റിന് ഡോക്ടർ ഹാർട്ടിൻസ് നിർദ്ദേശം കൊടുത്തു. പക്ഷേ യാഥാർത്ഥ്യത്തിൽ അത് കേറ്റിയുടെയും വിൽഫ്രഡ് വിഗിൻസിന്റെയും പദ്ധതിയായിരുന്നു. അവരങ്ങനെ RSTയുടെ ടെക്നോളജി ഉപയോഗിച്ച് റേയിലേക്ക് പുതിയ മെമ്മറി ആഡ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് കേറ്റി സുരക്ഷിതമാക്കിയിരുന്ന വിൽഫ്രഡ് വിഗിൻസിന് കേറ്റി നിർദ്ദേശം കൊടുത്തു. അവിടുത്തെ സർവറിലേക്ക് കടന്നു കയറി റേക്ക് വേണ്ടി വേണ്ടത് ചെയ്യാനായിരുന്നു അത്. അക്കാര്യം വൈകാതെ ഡോക്ടർ ഹാർട്ടിൻസ് മനസ്സിലാക്കിയിരുന്നു. കേറ്റിയെ കൊല്ലാൻ ഹാർട്ടിൻസ് ശ്രമിച്ചെങ്കിലും കേറ്റിയെ കൺട്രോൾ ചെയ്യാൻ ഹാർട്ടിൻസിനപ്പോൾ പറ്റുന്നുണ്ടായിരുന്നില്ല. വിഗിൻസിന്റെ സഹായത്തോടെ ഹാർട്ടിൻസിന്റെ കയ്യിലുള്ള തന്റെ ശ്വസന ഉപകരണത്തിന്റെ നിയന്ത്രണമൊക്കെ കേറ്റി എടുത്തുമാറ്റിച്ചേരുന്നു. ഇതിനിടയിൽ റേ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നാലെ ടിപ്സിനെയും ഡാൾട്ടനെയും നിർദ്ദേശം കൊടുത്ത് റേയെ വകവരുത്താനും മറ്റുമായി ഹാർട്ടിൻസ് പറഞ്ഞയക്കുകയാണ്. ഇതേസമയം വിഗിൻസ് അവിടുത്തെ സർവർ റൂം കണ്ടെത്തിയിരുന്നു. വിൽഫ്രഡ് വിഗിൻസിന്റെ നിർദ്ദേശപ്രകാരം കേറ്റി സർവർ റൂം നശിപ്പിച്ചു. പിന്നെ അവിടെ നടന്നത് ശക്തമായൊരു ഏറ്റുമുട്ടലായിരുന്നു. ഹാർട്ടിൻസും ടിപ്സും ഡാൾട്ടനും റേക്കെതിരെ വന്നു. അവർ തമ്മിൽ ശക്തമായ പോരാട്ടം തന്നെ അരങ്ങേറി. ഒരു ഘട്ടത്തിൽ ഡാൾട്ടൻ എലവേറ്റർ തകർക്കാൻ ശ്രമിച്ചപ്പോൾ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിച്ച് ടിപ്സ് കൊല്ലപ്പെട്ടു. റേ പിന്നാലെ ഡാൾട്ടനെയും വകവരുത്തി. ഒടുവിൽ താഴെ പതിച്ച് കുഴപ്പമൊന്നുമില്ലാതിരുന്ന റേക്കെതിരെ ഡോക്ടർ ഹാർട്ടിൻസ് തന്നെ വന്നു. പ്രത്യേകം തയ്യാറാക്കിയ ഗ്രനേഡ് ലോഞ്ചർ ഉപയോഗിച്ച് റേയെ തകർക്കാനായിരുന്നു ഡോക്ടർ ഹാർട്ടിൻസിന്റെ ശ്രമം. പക്ഷേ ഡോക്ടർ ഹാർട്ടിൻസ് വെടിയുതിർത്തപ്പോഴും റേ റീജനറേറ്റ് ചെയ്തു വരികയാണ്. ഇതേസമയം മറുവശത്ത് റേയുടെ കാര്യങ്ങൾ നിരീക്ഷിക്കുകയായിരുന്ന വിഗിൻസ് ഒരു കാര്യം മനസ്സിലാക്കി. ഇനി ഒരു തവണ കൂടി റേക്ക് വലിയ ആഘാതമേറ്റാൽ അത് അതിജീവിക്കാൻ അവന് സാധിച്ചേക്കില്ല. ഹാർട്ടിൻസ് അടുത്ത ഗ്രനേഡ് കൂടി റേക്കെതിരെ തൊടുത്തു. റേ ആ ഗ്രനേഡ് പിടിച്ചു. പിന്നാലെ ഹാർട്ടിൻസിനടുത്തെത്തി അത് താഴേക്കിട്ടു. വലിയ സ്ഫോടനം നടന്നു. അതിൽ റേയും ഹാർട്ടിൻസും ഒരുപോലെ ഇല്ലാതായിരുന്നു. കുറച്ചു കഴിഞ്ഞ് വീണ്ടും റേ കണ്ണു തുറക്കുകയാണ്. ഇത്തവണ റേക്ക് മുമ്പിൽ വിഗിൻസ് ഉണ്ടായിരുന്നു. വിൽഫ്രഡ് വിഗിൻസ് റേയുടെ ശരീരം അപകടം പറ്റിയെടുത്ത് നിന്ന് വീണ്ടെടുത്ത് തന്റെ ടെക്നോളജിയും മറ്റും ഉപയോഗിച്ച് വീണ്ടും അവനെ പുനർജീവിപ്പിച്ചു. ഇത്തവണ കൂടുതൽ കരുത്തേകിയ നാനൈറ്റ്സ് ആയിരുന്നു റേക്ക് വിൽഫ്രഡ് വിഗിൻസ് നൽകിയത്. അതോടെ കൂടുതൽ ശക്തികളും പവറുകളും റേക്ക് കൈവരുമായിരുന്നു. അങ്ങനെ കേറ്റിയും വിൽഫ്രഡും റേയും ഒരു ടീമായി മാറി. അവരൊന്നിച്ച് അവരുടെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങളിലൂടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.